ഹൈ കൂട്ടുകാര്, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരേക്കും ഗ്യാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് വിളവെടുപ്പ് അല്ലെങ്കിൽ നടുവില് കൂടുതൽ നടില്ല, പിന്നെ പൂക്കളെ കാണിക്കൊക്കെയാണല്ലോ. എന്നാ ഇന്ന് അതൊന്നുമല്ല. ഇന്ന് ഞാൻ വരുന്നത് എൻ്റെ മോളടുത്തേക്കൊന്ന് പോവുക. മോൻ ഇവിടെ ഇല്ലാത്തതാണല്ലോ, അപ്പൊ മോള് ഞങ്ങൾ പോയി നോക്കണല്ലോ, ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോയി നോക്കണല്ലോ. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് മോളടുത്തേക്ക് പോവുക. അപ്പൊ അവിടെ പോകുമ്പോ നമുക്കിപ്പം കൊടുക്കാൻ പറ്റിയത് വിഷരഹിത പച്ചക്കറിയാണല്ലോ, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതാണല്ലോ ഇപ്പൊ കിട്ടാൻ പ്രയാസം. എല്ലാം മരുന്നിൽ കുളിപ്പിച്ച പച്ചക്കറിയാണല്ലോ ഉണ്ടാവുക. ഇപ്പൊ ഞാൻ നട്ടുണ്ടാക്കിയ ഒരു രാസവളോ ഒരു കീടനാശിനി ഒന്നും ഇല്ലാത്ത പച്ചക്കറി തന്നെ കഴിച്ചാൽ മതി. രണ്ടുപേർക്കും, കുട്ടിക്കും നല്ലത് അതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ പോകുന്നതിന് മുമ്പ് ഫുൾ വിളവെടുക്കട്ടെ. എന്തൊക്കെ വിളവെടുക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണട്ടോ. എന്നാ വീര് ഫസ്റ്റ് തന്നെ തക്കാളി വിളവെടുക്കുക. തക്കാളി വിളവെടുത്ത് എന്ത് രസാന്നറിയാം. തക്കാളി വിളവെടുക്കുന്നത് നല്ല ഭംഗിയാ, നമുക്ക് ഭംഗിയുമാണ്. ഇതാണെങ്കിൽ ഇതിനോട് ജ്യൂസ് അടിക്കുക, രക്തോട്ടം ഉണ്ടാവാൻ നല്ലതാ, രക്തം വെക്കാന്. അപ്പൊ ഇത് മരുന്നടിക്കാത്തതാണല്ലോ. അപ്പൊ ഇതിന്റെ ഒക്കെ വിളവെടുപ്പ് കുറേ വിളവെടുത്ത് കഴിഞ്ഞതാ, കഴിയാനായി. രണ്ടാമത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, രണ്ടാമത് ഇതിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി അടുത്തത് എന്റെ വേറെ സ്ഥലത്താ, നോക്ക് പഴുത്തത് ഇങ്ങനെ എന്തൊരു അടിപൊളിയാ നോക്ക് തക്കാളി. എനിക്ക് തക്കാളി ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കാണുന്ന വിളവെടുക്കുന്നത്. അപ്പൊ ബാക്കിയെല്ലാം അവിടെ നിക്കട്ടെ. വെണ്ട, വിഷരഹിത പച്ചക്കറി നമ്പർ 1 വെണ്ട. വെണ്ട ആവുന്നത് എടുത്തു പോണേ, വെച്ച് പോയാ കഴിഞ്ഞിട്ടോ, പിന്നെ ഒന്നിനും പറ്റൂല. ഒരു ദിവസം അത് കഴിഞ്ഞു പോയി, അതാ കൊറേ മൂത്തുപോയി. അടുത്തത് പൊന്നാങ്കണ്ണി. പൊന്നാങ്കണ്ണി നമുക്ക് കണ്ണിന് നല്ലതാ, എല്ലാത്തിനും ഊർജം കിട്ടാനൊക്കെ നല്ലതാ പൊന്നാങ്കണ്ണി. ഈ മേലുള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് തോരൻ ഉണ്ടാക്കിയാൽ മതി, ഭയങ്കര ടേസ്റ്റ് അതിന്. പൊന്നാങ്കണ്ണിന്റെ ഗുണത്തെ പറ്റിയിട്ട് അറിയാത്തവരാരും ഉണ്ടാവില്ല. ഇതിന്റെ കളർ എന്താ എങ്ങനെയെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതില്ലേ? ഇത് തണലായിട്ടാണ് ഇതിന്റെ കളറ് പച്ച വന്നത്. ഇത് നല്ല വെയിലത്താണ്, ഇത് കട്ടച്ചോപ്പാ, ഒരു അലങ്കാര ചെടിയാന്നേ വിചാരിക്കുള്ളൂ. അങ്ങനെയാ ഞാന് ഇങ്ങനെ തൂക്കിയിടാൻ കാരണം എന്താ അറിയോ? ഈ പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞാല് നിലത്തൂടെ ഇങ്ങനെ പടർന്നുണ്ടാകുന്നതാ. അന്നേരം ഞമ്മക്ക് നായ്ക്കളൊക്കെ ഓടി മൂത്രമൊഴിച്ചൊന്നും ഞമ്മക്ക് തിരിയൂല. അപ്പൊ ഞമ്മക്ക് റാഹത്തിൽ ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഇതാ കെട്ടി തൂക്കുക. സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കണ്ടി. കുപ്പി ഇതാ, അതെല്ലാം കുപ്പിന്റെ പള്ള ഭാഗം കട്ട് ചെയ്ത് മണ്ണ് നിറച്ചുണ്ടാക്കിയ പൊന്നാങ്കണ്ണി അത്. ഇത് ഞാൻ എത്ര വിളവെടുത്തെന്നറിയോ? നമുക്ക് ഇങ്ങനൊക്കെ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ, നമുക്ക് നല്ലതാ, പൈസ മുടക്കില്ല. നമുക്ക് ഇത് കാണുമ്പോൾ ഒരു മാനസിക ഉല്ലാസാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ റാഹത്തിൽ ഉണ്ടാക്കുക, കഴുകിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഒന്നും ഇങ്ങനെ വെള്ളം വെച്ച് ഒന്നും ആവൂല. പൊടി പാറുന്നുള്ള ഒറ്റതേ ഉള്ളൂ, ഒന്നും ആവൂല. ഇങ്ങനെ പൊട്ടിച്ചും കൊടുക്കണോ, പൊട്ടിച്ചു കൊടുത്താലേ ഇതിങ്ങനെ ചുറ്റും ഉണ്ടാവുള്ളൂ. ഇതാ ഇതൊക്കെ എല്ലാം കൂടി അധികമായാലേ വാടിപ്പോവും. ഞാനതാ കൊറേ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പൊ എന്നാ ഇതൊക്കെ നിന്നോട്ടെ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ആഴ്ച ആകുമ്പത്തിനേക്ക് പിന്നെയും കൊണ്ടു കൊടുക്കാം. ഉദന്റെ അടുത്ത് പോകാൻ വലിയ ദൂരല്ല, അതുകൊണ്ട് 10 കിലോമീറ്റർ 15 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ വിചാരിക്കുമ്പത്തിന് പോവാം. എന്റെ വീട് കോഴിക്കോടാ. ഞാൻ അങ്ങനെ വിചാരിക്കുമ്പോ എനിക്ക് പോകാൻ പറ്റൂല. എനിക്ക് പോണേ ഉംറക്ക് പോകുമ്പോലെ ഒരുങ്ങണം, അത്രയൊക്കെ ദൂരെ ചോര ഇറങ്ങി. അത് മതി. ഇനി അടുത്തത് മുരിങ്ങ. ഈ മുരിങ്ങ മരം ഉണ്ടല്ലോ, ഇത് വലുതായി വലിയ മരാവും. അപ്പൊ ഞങ്ങൾ വെട്ടിക്കൊടുത്ത് നിർത്തിയതാ. പിന്നെ അത് മാത്രമല്ല, ഇത് ഇവിടുന്ന് ഒഴിവാക്കുക. ഈ റംബൂട്ടാൻ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പടർന്നിട്ട് അപ്പുറം ബട്ടർ ഉണ്ടായിട്ട് റംബൂട്ടാൻ അങ്ങ് തിങ്ങിപ്പോയി. അപ്പൊ ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതൊക്കെ ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കുമ്പോ അടിയിന്ന് മുളച്ചതാ ഇത്. മുരിങ്ങച്ചപ്പ് നല്ലതാണല്ലോ, നല്ലൊരു മരുന്നാ, മെഡിസിനാ അത്. അപ്പൊ ഞാൻ കുറച്ച് മുരിങ്ങച്ചപ്പം കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിച്ചു. എന്താ ഇങ്ങാ പൊട്ടി മുളക്കൂ. എന്റെ ബട്ടറല്ല, എന്റെ റംബൂട്ടാന് അതിപ്പോ ഉഷാറായി വരുന്നുണ്ട്. ബട്ടർ ആയിമല്ല ഇവിടെ ആയിട്ട് ഉണ്ടായിന്, കായുണ്ടായിന്. അടുത്തത് ചീരച്ചേമ്പ്. ചീരച്ചേമ്പൊക്കെ ഔഷധ ഗുണമുള്ളതാണല്ലോ. ഒന്നുമില്ലെങ്കിൽ ഇതിൽ മരുന്ന് തന്നെ അടിക്കുന്നില്ലല്ലോ, അതന്നെ പോരെ. ഇതിന്റെ തണ്ടും എടുക്ക, ഇതിന്റെ
എന്താ ഇലയും തണ്ടുവാ. ഇപ്പൊ നിങ്ങൾക്ക് സംശയം അത് ചൊറിയൂരേന്നുണ്ട്. ചൊറിയേല, നല്ല ടേസ്റ്റുവാ. ഇതിന് പിന്നെ വിത്ത് ഉണ്ടാവൂല, മറ്റു ചേമ്പിനെ പോലെ വേര, ആ വേര് പൊട്ടി മുളച്ചിട്ട് ഉണ്ടാകുന്നതാ. കണ്ടോ ചീരച്ചേമ്പ്? കാമ്പ് കാമ്പ് നല്ലാണല്ലോ. കാമ്പ് കുറെ കൊല കൊത്തിയപ്പോ ഇങ്ങനെ തന്നെ അങ്ങ് ഇങ്ങനെ വെച്ചതായിരുന്നു. കാരണം ആവശ്യം വരുമ്പോ ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചിട്ട്. ഈ സമയത്ത് നല്ലതാണല്ലോ, മേല് തീർക്കി അതങ്ങനെ സൂപ്പറായി ഇടിപൊളിയാ. നല്ലതോടെ ആട് കൂമ്പ് കിട്ടി, അതന്നെ അടിപൊളി. കൂമ്പായി, കാമ്പായി. മത്തഞ്ചപ്പ് ഹുദക്ക് ഭയങ്കര ഇഷ്ട. അപ്പൊ മത്തഞ്ചപ്പ് വിളവെടുക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് കിട്ടി, കുഴപ്പമില്ല. ഇതൊക്കെ അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇത്ര കിട്ടി, ഒരു പെരിക്കുള്ള പൂതിക്ക് ീട്ട് ഞാൻ ഇങ്ങനെ ചീരയൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാം ഉണ്ടാക്കി കാണുന്നതേ ഇല്ലാത്ത, മരുന്നടിക്കാത്ത, രാസവളം ചേർക്കാത്തതാണല്ലോ ഇപ്പോഴത്തെ ടൈമിന് കഴിക്കേണ്ടത്. വിചാരിച്ചിട്ട് ഞാൻ ചീരയൊക്കെ ഇങ്ങനെ നടുന്ന. നിത്യവഴുതിന വിളവെടുക്കുന്ന കേട്ടോ. ഇതാണ് പാകം. ബിസ്മില്ലാഹിർ അങ്ങനെ ഉഷാറിലുണ്ടാവട്ടെ എല്ലാവർക്കും. ഇത് ഹുദക്ക് കൊണ്ടുകൊടുക്കണം. താഴെ വീണോന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ താഴെന്നാ വിളവെടുക്കുന്നത്. മൂപ്പത്താത്ത നല്ലത്. എന്നാ നമുക്ക് ആ വിത്ത് വരെ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. തോരൻ വെക്ക. കുറച്ച് പണിയുണ്ട് കേട്ടോ വിളവെടുക്കാൻ. നോക്കി വിളവെടുക്കണം. മൂത്ത് പോയാൽ പിന്നെ പറ്റൂലല്ലോ. പിന്നെ എല്ലാവർക്കും വിത്താക്കി കൊടുക്കുക, ഒരു നന്മയാ. മൂത്തത് ഞാനിവിടെ ഒരാള് എനിക്ക് വിത്തുണ്ടോ തയ്യുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കോ, എന്നിട്ട് ഉണക്കിക്കോന്ന് പറഞ്ഞു. ഇതാ ഞാൻ ഒന്ന് വിളവെടുത്തിട്ട് നിങ്ങൾക്ക് വരെ കാണിച്ചു തരാം. ചകിരി പോലെ ആവും. എന്താ ഇത് പൊട്ടിക്കുക. ഇത് ഉണക്കിയാ മതി. ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഇതാ വെള്ള കളർ 1 2, ഇതിൽ കുറച്ച് വിത്തുണ്ട്. ഇതാ 3 4. ഇത് കറുപ്പ് കളറാവും. അതുവരെ അങ്ങ് ഉണക്കുക. എൻ്റെ കൈ വൃത്തിയൊന്നുമില്ല, പണിയെടുക്കുന്ന കയ്യാ. എന്താ 4 വിത്തുണ്ട്. ഇതങ്ങ് ഉണക്കിയിട്ട് നമുക്ക് പ്ലാവിൻ്റെ ഇലയിലോ എങ്ങനെയെങ്കിലും ഞാൻ കൊടുക്കാൻ പോവുക. ഞാൻ കൊടുക്കുന്നോ നിങ്ങളെ കാണിക്കുന്ന. അയൽവാസി ഒന്ന് ചോദിച്ചപ്പോ ഞാൻ അവരങ്ങനെ ഉണ്ടാക്കട്ടെ 4 വിത്ത് കൊടുത്തു. ഞാൻ നിത്യവഴുതന വിളവെടുത്തത് അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ച് നോക്കിയത് എല്ലാം ഒന്ന് പാക്ക് ചെയ്യണല്ലോ. കണ്ടില്ലേ? ചീരച്ചേമ്പ്, ചീര, പൊന്നാങ്കണ്ണി, നിത്യവഴുതിന, തക്കാളി, വെണ്ട, മത്തൻചപ്പ്, മുരിങ്ങച്ചപ്പ്, ഇത്രയും. ഞങ്ങൾ പ്രധാനമായിട്ട് പോകുന്നത് എന്താന്ന് വെച്ചാല് തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിരുന്നല്ലോ, എൻ്റെ വീഡിയോയിലുണ്ട്. അപ്പോൾ അവര് വന്നത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ കാണണമെന്നും പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാക്കി, വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഇങ്ങ് വന്നതായിരുന്നു. അപ്പൊ വരുമ്പോ ഹുദക്ക് പലഹാരം കൊണ്ടുവന്നിരുന്നു, അലുവ കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഹുദ ഇവിടെ ഇല്ല, അപ്പൊ ഹുദക്ക് അലുവയും കൊണ്ടുപോയി കൊടുക്ക. നെയ്യത്ത് അത് അങ്ങനെയാണല്ലോ. അപ്പൊ പിന്നെ ഞാൻ പോകുമ്പോ പിന്നെ എല്ലാം കൂടെ ഞാനൊരു നട്ടുപിടിപ്പിക്കുന്ന കൃഷിഭ്രാന്ത്, ചെടിഭ്രാന്തുള്ള ആളായത് കൊണ്ട് ഇത്രയും സാധനങ്ങളും കൊടുക്ക ഒക്കെ വിഷരഹിതാണല്ലോ. അപ്പൊ ഞങ്ങള് ഞാൻ കുളിച്ച് മാറ്റട്ടെ, പോവാൻ ഒരുങ്ങട്ടെ. ഞങ്ങള് അങ്ങാടി 5-ാം മൈലെത്തി. 5-ാം മൈലിൽ ഞങ്ങൾ ഇനി മാനന്തവാടി ഭാഗം റോഡിനാ. ഇടത് ഭാഗത്തേക്കാണെങ്കിൽ മാനന്തവാടി, വലത് ഭാഗത്തെ റോഡ് കോഴിക്കോട്. ഞങ്ങളെടുത്ത് നേന്ത്രപ്പഴമല്ല. പിന്നെ നേന്ത്രപ്പഴം അവിടെ 5-ാം മൈലിൽ നിന്ന് വാങ്ങട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. രാവിലെ നല്ലതാണല്ലോ വാട്ടി. രാവിലെ തന്നെ കട്ടൻ കാപ്പിയും നേന്ത്രപ്പഴം വാട്ടിയതും നല്ലതാ വിചാരിച്ച് ഹുദക്ക് വേണ്ടി വാങ്ങുന്ന. ഇവിടെയാണ് എൻ്റെ 2 മക്കളും +2 പഠിച്ചത്. മാനന്തവാടി GVHS മാനന്തവാടി ഇതിന് പേര്. വന്ന് മാനന്തവാടി ടൗണിലെത്തി. മാനന്തവാടി ടൗണിൽ നമ്മൾ പോകുന്ന ഈ നേരെ റോഡിൽ നിന്ന് 2ആയി തിരിവ്, അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട്. ഇടത് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഹോസ്പിറ്റലുണ്ട് ഇല്ലേ, മാനന്തവാടി ഹോസ്പിറ്റൽ. വലത് ഭാഗത്തേക്കാണ് നമുക്ക് തിരിയേണ്ടത്.
എന്റെ പ്രിയപ്പെട്ടവര് കുറെ മാനന്തവാടി ഒന്നും കണ്ടിട്ടുണ്ടാവൂല. ഇങ്ങനെ തിരിഞ്ഞാലും ഇവിടെ രണ്ടായിട്ട് വരും. നേരെ പോകുന്നത് മൈസൂർ റോഡ്, ഇടത് ഭാഗത്തേക്ക് തിരിയുന്നത് തലശ്ശേരി കണ്ണൂർ റോഡ്. ഞങ്ങൾക്ക് തലശ്ശേരി കണ്ണൂർ റോഡിലേക്കാ തിരിയേണ്ടത്. ഇത് ഗാന്ധി പാർക്ക്. ഇതാ ഗാന്ധിജിയുടെ ഒരു പ്രതിമ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു. ഉദനെ വീഡിയോസിൽ പെടുത്തിയില്ല. ഇപ്പൊ ഉദന്റെ ടൈം അങ്ങനെയാണല്ലോ, അതുകൊണ്ട് പിന്നെ ക്യാമറന്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല. തിരുവനന്തപുരത്തുകാർ കൊണ്ടുവന്ന അതെല്ലാം കൊടുത്തു. നമുക്ക് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മാനന്തവാടി ടൗൺ എത്താനായി. മാനന്തവാടി ടൗണിൽ ഒരു നഴ്സറി ഉണ്ട്, ചെടികളൊക്കെ തൈകളൊക്കെ വിൽക്കുന്ന. നോക്കട്ടെ തുറന്നിട്ടുണ്ടോന്നുള്ളത്. 5 മണിയായില്ലല്ലോ, തുറന്നിട്ടുണ്ടാവൂലേ. പുറത്തിറങ്ങിയാ പിന്നെ നഴ്സറി കയറൽ നിർബന്ധ. എന്തെങ്കിലും ഒരു തൈ. കുക്കുംബർ ഇതാ, ഇത് പടവല. ഇല്ല, പടവല ഒരു 4 വാങ്ങിയാലോ ജനിക്കാന്. ഇത് കോളിയാ ആണോ? അതെങ്ങനത്താണത്? ചെടി മണ്ണിന്റെ മേലെ വന്നിട്ട് ഒരു കിഴങ്ങ് പോലെ വന്നിട്ട് അതിന്റെ മേലേക്കാണ് വരുന്നത്. ഇവിടെ കാബേജ് അല്ല, ബീട്രൂട്ട് അതിനൊക്കെ ഉണ്ടോ? തൈ ഉണ്ടോ? ക്യാരറ്റിന്റെ തയ്യാട്ടോ. ഞാന് ബീട്രൂട്ടിന്റെ കാണിച്ചു തരാം. ബീട്രൂട്ട് എവിടെതാ? ബീട്രൂട്ട് തൈ കാണുമ്പോ തന്നെ നല്ല ചോപ്പ. ഈ ബീട്രൂട്ട് തൈക്ക് എത്രയാ ഒന്നിന്? ഇതിന് എത്ര? 2.5. 2.5 ഒന്നിനില്ലേ? ഒന്നിൽ കുറെ തൈ ഉണ്ടാവും. എന്തായാലും നമുക്ക് ഇതൊന്ന് വാങ്ങണതൊക്കെ ആദ്യമായിട്ടുള്ള കൃഷി. അത് പിന്നെ വഴുതിന ഒരു 5 വെറുതെ ഒന്ന് വാങ്ങിയാൽ നീളം വഴുതിനായിരിക്കുവോ? ബീൻസ് ഇവിടെ എന്തെല്ലാം തരണ്ടോ. ചെടി ഭ്രാന്തുള്ളവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോകാൻ കഴിയൂലട്ടോ. ഇത് തക്കാളിയാ, തക്കാളി തൈ. എന്താ പോട്ടും ഉണ്ട് ഇവിടെ, പോട്ടും ഉണ്ട്. എന്താ ഞങ്ങൾ വാങ്ങിയ തൈകള് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ക്യാരറ്റും ബീട്രൂട്ടും നടാൻ പോകുന്നത്. തയ്യനങ്ങ് വാങ്ങിയതാ. കുക്കുംബർ ഉണ്ട്, പടവലുണ്ട്, നീളം വഴുതിനുണ്ട്. അത് വാങ്ങിയതേ ഉള്ളൂ. ഓരോന്നൊക്കെ പുരയിലും ഉണ്ട്. പക്ഷെ കാണുമ്പോ വാങ്ങിപ്പോവുക, അതാ എന്റെ പ്രശ്നം. ഇപ്പൊ അതൊക്കെ നടണോ? അതാ പലതും ഉണ്ട് കേട്ടോ. എന്താ ഇത് ഡിസംബറിന്റെ ഒരു ചെടിയാ. ഡിസംബർ എന്തൊരു പേരാ അതിന്. എന്ത് രസാലേ ഇത്. നല്ലൊരു കളറാ. ഇതിന് ഒരു പോട്ട് ചോദിച്ചപ്പോ 200 രൂപയാന്നാ പറഞ്ഞേ. അങ്ങനെ എല്ലാ സ്ഥലത്തൊക്കെ പോയി കറങ്ങി തിരിച്ചിവിടെ എത്തി. എന്താ ഇത് കണ്ടോ? ബോഗൺവില്ല. ഇവിടെ എല്ലാ ഭാഗത്തും അവിടെ ഒരു ബോഗൺവില്ല. നിങ്ങളെ വീട്ടിലെത്താറായി. ഇല്ല, എത്തി. ഇവിടെ എത്തുമ്പോ ഇവിടെ വേറൊരു തരം ബോഗൺവില്ലയാ. എന്താണ്, വീട്ടിലെത്തി. കാറിന്ന് ഇറങ്ങിയപ്പോ ഞാൻ പുറത്ത് എന്റെ പൂക്കൾ കാണുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ മേലോട്ടേക്ക് നോക്കലുണ്ടെങ്കിൽ കൂടി രാവിലെ ഇപ്പം ഈ സമയത്ത് നല്ലൊരു കളർ, പലതരം ബോഗൺവില്ല. റോസ് ഉണ്ട്, കട്ടച്ചോപ്പുണ്ട്. കട്ടച്ചോപ്പ് അങ്ങനെ തീണ്ടാകുന്നില്ലെന്ന് തോന്നുന്നു. ഇതിലങ്ങനെ കട്ടച്ചോപ്പൊന്നും കാണുന്നില്ല. ഇത് വേറൊരു കളറായിട്ട് കാണുന്നത്. ഇല കാണാണ്ട പൂത്തൂലേ. ഇത് നമുക്ക് തണ്ട് മുളക്കൂട്ടോ. നിങ്ങൾ എന്റെ വീഡിയോയിൽ ഞാൻ ശരിക്ക് കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് മുളക്കൂ. ഇവിടെ നോക്ക്, ഇതിന്റെ കളറിലെ എന്ത് രസാ. ഞങ്ങൾ തരുന്നുണ്ട്, തയ്യാക്കി തരാട്ടോ. എപ്പോഴാ ഈ ഭാഗത്ത് വരിക? അന്നേരം ഞാൻ തരും.
എന്താ ഇത് നല്ല കളറാ. അതിന് നേരിയ തളിരുതാ, ആ തളിര് അതാ ആ കുത്തി കൊടുത്താൽ മതി. 2 ആഴ്ച വെയില് കൊള്ളിക്കരുത്. അപ്പൊ എന്റെ വീഡിയോ അത്രേ ഉള്ളൂ. ഞങ്ങൾ ഹുദൻഡാടൊക്കെ പോയി വന്നപ്പം തന്നെ ഞാൻ മുറ്റത്തിറങ്ങിയ എന്റെ പൂക്കളൊക്കെ കണ്ടപ്പോ നിങ്ങളൊന്ന് കാണിച്ചു തന്നതാട്ടോ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.